അമേരിക്ക ഇറാൻ 60 days സീസ് ഫെയർ ടഫ് നെഗോസിയേഷൻ, അതിൻ്റെ യഥാർത്ഥമായ 15 ടേംസ് ആൻഡ് കണ്ടീഷൻസ് പുറത്തു വന്നു. അമേരിക്കൻ പ്രസിഡന്റ് പാരീസിൽ വെച്ച് സൈൻ ചെയ്യുന്നു. മസൂദ് പെഷഷ്കാൻ ഇറാനിയൻ പ്രസിഡന്റ് ടെഹ്റാനിൽ വെച്ച് ഒപ്പിടുന്നു. അതിൻ്റെ കോപ്പി അയച്ചു കൊടുക്കുന്നു. മസൂദ് പെഷഷ്കാൻ ആ രണ്ടുപേരും സൈൻ ചെയ്തത് അവിടുത്തെ TV മാധ്യമങ്ങളുടെയും അവിടുത്തെ ഒഫീഷ്യൽ മീഡിയയിലും മുന്നിൽ കാണിക്കുന്നു. അവർ കൺഫേം ചെയ്തു ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇറാൻ പൂർണ്ണമായിട്ടും അംഗീകരിച്ചു. ഈ അടുത്ത പോയിന്റ്, ഞാൻ ഒരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു, അതായത് 2, 3, 4 ദിവസം മുമ്പ്. ഇത് നിങ്ങൾ സസൂക്ഷ്മം പഠിക്കണം. എന്താണ് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറയുന്ന കാലം പലതും പുറത്തു വന്നിട്ടില്ല. അതിനകത്ത് പറയുമ്പോൾ തന്നെ, അതായത് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ വരുന്നതിന് മുമ്പ്, അതായത് പുറത്ത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ കൃത്യമായ ധാരണയുണ്ടായിരുന്നു, അമേരിക്ക ഇറാനെ നിർബന്ധിച്ച് ഫോഴ്സ്ഫുള്ളി കൊണ്ട് ചെയ്യിപ്പിക്കും. അതിന് ഇറാനിൽ പ്രശ്നമുണ്ടായി. ഷിയ നേതാക്കളുടെ വലിയ പ്രകടനം നടന്നു. അവിടുത്തെ സിറ്റികൾ പ്രകടനം നടത്തും. അവിടുത്തെ മീഡിയ വളരെ മോശമായിട്ട് ഇറാനിയൻ പ്രസിഡന്റിനെതിരെയും അവിടെ ഭരിക്കുന്നവർക്കെതിരെയും പ്രശ്നമുണ്ടാക്കി. IRGCയിലെ ചില ഘടകങ്ങൾ അവർ പ്രശ്നമുണ്ടാക്കി. ആദ്യം മനസ്സിലാക്കുക, അമേരിക്ക ചില കാര്യങ്ങൾ നിശ്ചയിച്ചു. അതിനവർ ഇറാനെ കൊണ്ടുവന്നു, ഇറാനിയൻ ലീഡേഴ്സിനെ ആ ധാരണയുടെ അകത്തോട്ട് കൊണ്ടുവന്നു. എന്തായിരുന്നു ഇറാൻ നേരത്തെ പറഞ്ഞത്? ന്യൂക്ലിയർ വെപ്പൺസുമായി ബന്ധപ്പെട്ട് ഒന്നിനും അവർ പുറകോട്ട് പോകില്ല, 1% പോലും. ഇപ്പോഴെന്താ ഉണ്ടായത്? ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കില്ല. എൻറിച്ച് ആയിട്ടുള്ള ന്യൂക്ലിയർ വെപ്പൺസ് ഡിഫ്യൂസ് ചെയ്യും. അമേരിക്കൻ ഇൻസ്പെക്ടേഴ്സിന് വന്ന് നോക്കാം. അതായത് കംപ്ലീറ്റ് സറണ്ടറാണ് ഈ സംഭവം. എന്തിനത് മുഴുവനെ സറണ്ടർ ചെയ്ത്? അതിനകത്ത് അമേരിക്കയുടെ ധാരണ എന്തുവാ മനസ്സിലാക്കുക. ഷിയ റിജീം, അതായത് ഷിയ ഭരണകർത്താക്കൾ, ഷിയ ക്ലർജീസ്, അതിൻ്റെ കയ്യിൽ നിന്ന് അവർക്കുള്ള ഡെത്ത് വാറൻ്റാണ് ഈ കരാർ. അവരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി കളയും. അതായത് പഴയ ഇറാൻ ആയിരിക്കേയില്ല വരാൻ പോകുന്ന ഇറാൻ 100%. ഇത് ഷിയക്കെതിരെയുള്ള കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത്, ഇസ്രായേലിനെതിരെയുള്ള കരാറല്ല. ഷിയയുടെ ഡിമാൻഡാണ് ഈ ന്യൂക്ലിയർ വെപ്പൺസ്. ഷിയയുടെ ഡിമാൻഡാണ് ഇസ്രായേലിനെ നശിപ്പിക്കുക. ഷിയയുടെ ഡിമാൻഡാണ് പ്രോക്സീസിനെ കൊണ്ടുവരിക. ഈ സുലൈമാനി എന്നൊക്കെ പറയുന്ന ഷിയ, IRGCയുമായി, ഷിയയുമായി, ഈ പറയുന്ന അലി ഖമൈനി ആ ഫാമിലിയുമായി ബന്ധപ്പെട്ട് അവരുടെ ഡിമാൻഡാണിത്. അതിനെ അങ്ങ് ഇല്ലാതാക്കി. അതുകൊണ്ട് തന്നെയാണ് പാരീസിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് അവരുടെ ഒന്നാമത്തെ ഫസ്റ്റ് കമാൻഡ്, അതായത് പ്രധാനപ്പെട്ട കമാൻഡിനെ നശിപ്പിച്ചു, അത് കഴിഞ്ഞ് സെക്കൻഡിനെ നശിപ്പിച്ചു, തേർഡിനെ നശിപ്പിച്ചു. അത് നശിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇറാനിയൻ ലീഡേഴ്സിന് കുറച്ച് സമയം എടുത്തു, അത്രയേ ഉള്ളൂ. ആ കരാറിലോട്ട് അവരങ്ങ് പോയി. ഇനിയും അൺകൺഫേംഡ് റിപ്പോർട്ടുകൾ പലതും പറയുന്നുണ്ട്. അതിനിടയ്ക്ക് അമേരിക്ക പലയിടത്തും ആക്രമിച്ചു. അതായത് ഇതിനു മുമ്പ് ഈ പറയുന്ന ഒരു 2 ആഴ്ച 3 ആഴ്ച മുമ്പ്, അതായത് 4-5 ദിവസം മുമ്പ്, ഇത് ഇറാനുമായിട്ടുള്ള ഒരു ധാരണയുടെ പുറകിൽ ഉണ്ടാക്കിയ അറ്റാക്കാണ്. എവിടൊക്കെയാണ് ഷിയാസ് വീണ്ടും IRGCയെ റീബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവരുടെ പട്ടാളത്തിൽ, അവിടെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞു അമേരിക്കയോട്. അതാണ് പറഞ്ഞത്, ഷിയെ നശിപ്പിക്കുക. അതായത് അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ കയ്യിലും ഇപ്പോഴിരിക്കുന്ന മോഡറേറ്റ് പ്രസിഡന്റും മസൂദ് പെഷഷ്കാൻ്റെ കയ്യിൽ പൂർണ്ണമായിട്ട് പവർ കൊടുക്കുക. ഈ അടുത്തൊരു സംഭവമുണ്ട്, അതിനെ റീബിൽഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ റീബിൽഡ് ചെയ്യുമ്പോൾ ഈ ബാങ്ക് എങ്ങനെയാണ് ലോൺ കൊടുക്കുന്നത്? ലോൺ കൊടുത്തു കഴിഞ്ഞിട്ട് അത് ഘട്ടം ഘട്ടമായിട്ട് തിരിച്ചെടുക്കും. ഇറാൻ്റെ കയ്യിൽ നിന്ന് ഈ പറയുന്ന റീബിൽഡ് ചെയ്യാൻ മറ്റ് പല രാജ്യങ്ങളും കൊടുത്തിട്ട് അവരുടെ ഓയിൽ വിറ്റിട്ട് സംഭവം നടത്തിക്കുകയാണ്. അതായത് ഇറാനിയൻ ഓയിലിനും ഗ്യാസും ഇനി അമേരിക്കൻ കൺട്രോളിലാണ് പോകുന്നത്. കാരണം അമേരിക്ക സാങ്ഷൻ വിഡ്രോ ചെയ്യും, അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ വിഡ്രോ ചെയ്യും, ഇന്ത്യ വിഡ്രോ ചെയ്യും, എല്ലാവരും വിഡ്രോ ചെയ്യും, അവിടെ നിന്ന് മേടിക്കും. പക്ഷേ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ അമേരിക്കയുടെ കയ്യിലായിരിക്കും. അത് ഫർദർ നെഗോസിയേഷൻ വരാൻ പോകുകയാണ്. പക്ഷേ ഇറാൻ ഈ പണം, അതായത് റീബിൽഡിന് പണം വാങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമേരിക്കയുടെ കയ്യിൽ പോവുകയാണ്. പിന്നെ അവരുടെ ഫ്രീസ് ചെയ്തിരിക്കുന്ന അസറ്റുകളുണ്ട്.
ഇതെല്ലാം ഘട്ടം ഘട്ടമായിട്ടുണ്ട്, ഒരുമിച്ച് കൊടുക്കുകയൊന്നുമല്ല. അതും മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഒരു കാരണവശാലും അത് IRGCയുടെ ഇവിടെ പട്ടാളത്തെ റീബിൽഡ് ചെയ്യാൻ കൊടുക്കത്തില്ല. ഇതാണ് അതിൻ്റെ ധാരണ എന്ന് പറഞ്ഞ്. അതായത് ധാരണയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഷിയ നശിപ്പിക്കുക, അതായത് ഷിയ ക്ലർജി, അത് ആ റെജീം, ഇസ്ലാമിക റെജീം എന്ന് പറഞ്ഞ സംഭവം ഇല്ലാതാക്കുക. അതാണ് അതിൻ്റെ ഷിയയുടെ കൺട്രോളിൽ നിന്നും അതിനെ മാറ്റുക. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സമയമെടുത്ത് അവസാനം 2-3 ദിവസം കഴിയുമ്പോൾ അലി ഖമൈനിയുടെ മൃതശരീരം അവരെ അടക്കം ചെയ്യുകയാണ്. ഇതാണ് സമയമെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ടൈമുണ്ട്. ആ ടൈമാണ് അവർ ബാർഗെയിൻ ചെയ്ത് മേടിച്ചിരിക്കുന്നത്. അപ്പം ഇറാനിൽ പ്രശ്നമില്ല, ഉണ്ട്. അവിടെ ഹാർഡ് ലൈനേഴ്സ് വലിയ ഇഷ്യൂ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇത് കംപ്ലീറ്റ് അമേരിക്കയ്ക്ക് സറണ്ടർ ചെയ്തു. നമ്മളിതൊക്കെ നോക്കുമ്പോഴും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഈ ട്രംപിനെ എതിർക്കുന്ന പത്രമാണ് ന്യൂയോർക്ക് ടൈംസ്. അവർ തന്നെ പറയുന്നു ട്രംപിന് കിട്ടിയ സർപ്രൈസ്ഡ് ആണ് ഈ സംഭവം. കാരണം ട്രംപ് ഫൈനൽ മൂവ്മെന്റിൽ ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്ത് കളഞ്ഞു. കാരണം കംപ്ലീറ്റ് ആയിട്ട് ഇറാൻ സറണ്ടറായി പോയി. നേരത്തെ ഇയാൾ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ അൺകണ്ടീഷണൽ സറണ്ടറാണ്. ഇത് കണ്ടീഷണൽ സറണ്ടറിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളുമില്ല, ഉണ്ട്, ഓരോ കാര്യങ്ങളും ഉണ്ട്. ഈ 60 ദിവസത്തിനകത്ത് ഉണ്ടാകാൻ പോകുന്ന ടഫ് നെഗോസിയേഷൻ, ഇതിനകത്ത് ഈ പ്രോക്സീസ്, ഹമാസ്, ഹിസ്ബുള്ള, ഈ സാധനങ്ങളെല്ലാം ഇല്ലാതാകും. കാരണം ഇറാന് റീബിൽഡ് ചെയ്തേ മതിയാവത്തുള്ളൂ. അതിനവർക്ക് പണം വേണം. അത് ഡെസ്പറേറ്റ് ആണ് ഈ കാര്യത്തിൽ. ഇറാനെ ആകെ സഹായിക്കുന്ന ചൈന മാത്രമേ ഉള്ളൂ. ഇറാനിയൻ പ്രസിഡന്റ് തന്നെ, അതായത് വാറിന് മുമ്പ് തന്നെ പറഞ്ഞു ചൈനയുടെ കയ്യിൽ ഇത്രയും പണമില്ല നമ്മളെ സഹായിക്കാൻ, അതുകൊണ്ട് നമ്മൾ വേറെ വഴി നോക്കി. ഇതൊക്കെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾ 1 by 1 ആയിട്ട് എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കാം. ഇവിടെ ഇറാന് വേറെ പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ഇല്ല. അതായത് ഷിയ ഭരണകൂടം പോയി കഴിഞ്ഞാൽ മാത്രമേ അവിടുത്തെ പൊളിറ്റിക്കൽ ആളുകൾ ഭരിക്കുന്നവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമായിട്ട് അതിനെ വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇറാൻ പൂർണ്ണമായിട്ടും മാറുകയാണ് അണ്ടർ അമേരിക്കൻ കൺട്രോളിൽ. JCPയോട് ദൂരെ കളഞ്ഞ്. അതുകൊണ്ട് തന്നെയാണ് ട്രംപിന് ഇതൊരു സക്സസ് സ്റ്റോറിയാണ് ഈ സംഭവം. അവർക്ക് നഷ്ടമുണ്ടായി, പക്ഷേ നഷ്ടമെല്ലാവരും ഈ പറയുന്ന ഇറാനിയൻ ഓയിൽ ലെവൽ നികത്തും. അപ്പം അടുത്ത ചോദ്യമുണ്ട് പല ആൾക്കാരും, എന്താണ് ഇസ്രായേൽ സംഭവിക്കുന്നത്? അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടിയും ഇസ്രായേലി പ്രധാനമന്ത്രി, അവിടുത്തെ ഹാർഡ് ലൈനേഴ്സ്, എന്താണ് ഹാർഡ് ലൈനേഴ്സ് ഇറാനിലുണ്ടാക്കുന്ന പ്രശ്നം? അതേപോലെ തന്നെ ഇസ്രായേലിലും പ്രശ്നമുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് എന്തുവാ? ഒരു കാരണവശാലും ഇറാൻ്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാകാൻ പാടില്ല. അത് അമേരിക്ക ഈ പറയുന്നതിൻ്റെ അകത്ത് ഗ്യാരണ്ടിയിൽ പറയുന്നുണ്ട്. ഈ 15-ന് ഈ സംഭവത്തിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ നടക്കുന്ന പ്രകടനങ്ങളും ഈ പറയുന്ന മറ്റുള്ള പ്രശ്നങ്ങളും ഒക്കെ ഈ പബ്ലിക്കിൻ്റെ മുമ്പിൽ, അത് ഇറാനെയും മറ്റവരെയും കാണിക്കാൻ വേണ്ടിയുള്ള സംഭവം മാത്രമാണ്. അമേരിക്ക എന്തൊക്കെ ഡീല് ഇറാനുമായി നടത്തിയിട്ടുണ്ട്, അതിനകത്ത് ഇസ്രായേലിനെ പാർട്ടാക്കിയില്ലെങ്കിൽ തന്നെ ഉറപ്പായിട്ടും ഇസ്രായേലിനോട് ഓരോ സംഭവങ്ങളും അത് പൂർണ്ണമായിട്ടും പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഡീലിലോട്ട് പോയിരിക്കുന്നത്. ഡീലെന്ന് പറയുന്നത് ഇത് ബേസിക്കലി എല്ലാ ലോക രാജ്യങ്ങൾക്കും നല്ലത് തന്നെയാണ്, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ. കാരണം അറബ് രാജ്യങ്ങളുടെ പേടി ഇനി മാറിക്കിട്ടി. അവർ ഈ ന്യൂക്ലിയർ വെപ്പൺസ് എവിടെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ, ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നശിച്ചു പോകും. അപ്പം ആ ഒരു ശമനമുണ്ടായി. അതാണ് ഈ പാരീസിൽ UAE ആണെങ്കിലും ഖത്തർ ആണെങ്കിലും ഈ പറയുന്ന അറബ് രാജ്യങ്ങളിലെ എല്ലാ പ്രതിനിധികളും വന്ന് ഈ ട്രംപുമായിട്ട് കണ്ട് സംസാരിക്കുന്നത്. കാരണം അവർക്കൊരു ഗ്യാരണ്ടി കിട്ടി, ഒരു കാരണവശാലും ഇറാൻ മുന്നോട്ട് പോകത്തില്ല ന്യൂക്ലിയർ വെപ്പൺസുമായിട്ട്. ഇതാണ് അതിൻ്റെ അകത്ത് അവസാനത്തെ ഈ പറയുന്ന നമ്മുടെ ഈ ധാരണ എന്ന് പറയുന്നത്. ധാരണയ്ക്കകത്ത് അമേരിക്ക പിടിച്ചെങ്ങും മുറുക്കി ഈ സംഭവത്തിൽ ഇറാനെ എല്ലാ രീതിയിലും. എന്താണ് ഇന്ത്യൻ മീഡിയ പറഞ്ഞത്? ഇറാൻ ജയിക്കുകയാണ്. ഇറാൻ എങ്ങനെ ജയിക്കാനാണ്? ഇറാൻ മുഴുവൻ സറണ്ടർ ചെയ്തു കൊടുത്തു. അവരുടെ ഓയിൽ ഉൾപ്പെടെ സറണ്ടർ ചെയ്തു. അവരുടെ ന്യൂക്ലിയറിൻ്റെ കാര്യം പോട്ടെ, അവരുടെ ഓയിൽ ഉൾപ്പെടെ സറണ്ടർ ചെയ്ത് കൊടുത്തു. ആ രാജ്യത്തിൻ്റെ കംപ്ലീറ്റ് സോവറിൻ അത് സറണ്ടർ ചെയ്ത് കൊടുത്തു. അല്ലാതെ ആ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പം ഇവിടം വരെ കൊണ്ടെത്തിച്ചത് ഈ പറയുന്ന 3 മാസത്തെ ഈ വാറുമായി ബന്ധപ്പെട്ട് IRGCയുടെ വെടി അങ്ങ് തീർത്തു. അവർക്കിനി മുന്നോട്ട് വരാൻ സാധിക്കത്തില്ല. ആ രീതിയിലാക്കി കൊടുത്തു.
അപ്പം അതിനിടയ്ക്ക് എമേർജ് ചെയ്ത ഒരു പൊളിറ്റിക്കൽ പവറുണ്ട്. ഈ മസൂദ് പെസഷ്കാന്, അവിടുത്തെ പാർലമെൻറ്റ് സ്പീക്കർ അബ്ബാസ് അഗരാച്ചി തുടങ്ങിയവർ, അവരതിനകത്ത് ചാമ്പ്യൻ്റായി. അവർക്ക് അവിടെ അവർ റെസിസ്റ്റൻസ് ഉണ്ട്, ഹാർഡ് ലൈനേഴ്സും മറ്റുള്ള ആൾക്കാരും. പക്ഷെ ഫ്യൂച്ചറിൽ ഇറാന് നല്ലത് തന്നെയാണ് ഉണ്ടാകുന്നത്, അറബ് രാജ്യങ്ങൾക്ക്, ഇസ്രായേലിനും. ഇത് ഒരു പോസിറ്റീവ് സെൻസിൽ എടുത്താൽ മതി. ഇനിയും മനസ്സിലാക്കുക, ആരാണിത് തുടങ്ങിയത്? ഹമാസ്. എവിടെ ചെന്നാൽ നിന്നത്? ഇറാൻ്റെ വെടി തീർത്ത് ഈ സംഭവം നിലച്ചു. ഇതല്ലേ അവസാനം ഉണ്ടായത്? അവസാനം കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഗ്ലോബൽ മീഡിയ മുഴുവനും പറഞ്ഞു, ട്രംപിനെ കുറ്റം പറഞ്ഞു. ട്രംപ് മുഴുവനും സറണ്ടർ ചെയ്തു. ഫൈനൽ എടുത്ത് നോക്ക്, എന്താണുണ്ടായത്? ഇറാനിലെ ഷിയ ആൾക്കാരുടെ, ഇറാൻ്റെ ഹാർഡ് ലൈനേഴ്സ്, ആ റിജീമിന് ഡെത്ത് വാറണ്ട്, മരണ വാറണ്ട് കൊടുത്തുകൊണ്ട് അവിടെയുള്ള ലീഡേഴ്സ് അത് സൈൻ ചെയ്ത് പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. ആരാണ് സക്സസ് ആയത്? അമേരിക്ക സക്സസ് ആയി. ഇസ്രായേൽ സേഫ് സോണിലോട്ട് പോയി. അറേബ്യൻ രാജ്യങ്ങൾക്ക് സേഫ്റ്റിയായി. അമേരിക്ക അതിൽ ഇടപെട്ടതിൻ്റെ അകത്ത് പ്രയോജനമുണ്ടായി. അത് ട്രംപിൻ്റെ സക്സസ്ഫുൾ തന്നെയാണ്. അമേരിക്കൻ ബിസിനസ്, അതായത് അമേരിക്കൻ ഓയിൽ, എനർജി ബിസിനസ് ഇറാനിൽ കൂടെ വന്നു. ഏകദേശം 90% ലോകത്തിലെ എനർജി എന്ന് പറഞ്ഞ് അമേരിക്കയുടെ കസ്റ്റഡിയിലോട്ട് പോയി. അവിടെ അമേരിക്ക ബിസിനസ് പരമായിട്ട് അവർ നേട്ടമുണ്ടാക്കി. അവർക്ക് ഏകദേശം 40ഓളം എയർക്രാഫ്റ്റ് നഷ്ടപ്പെട്ടു. അത് മുഴുവൻ അവർ ഇവിടുന്ന് തിരിച്ചു പിടിക്കും. കാരണം അമേരിക്ക ക്യാപിറ്റലിസ്റ്റ് ബിസിനസ് രാജ്യമാണ്. അവൻ ഇടപെട്ട് കഴിഞ്ഞാൽ അവനറിയാം പണം എങ്ങനെ ഉണ്ടാക്കണം. ആ രീതിയിലാണ്. ട്രംപ് പക്ക കച്ചവടക്കാരനുമാണ്. അതിനകത്താണ് അവർ സക്സസ്ഫുള്ളി ഈ വാറിനകത്ത് ഒരു അറുതി, അതായത് ഈ 15 സംഭവങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.